ഗ്രില്ല് ചെയ്യാനായിട്ട് ചിക്കനൊക്കെ മേടിച്ചോണ്ട് വന്ന് അതിനകത്ത് മസാലയൊക്കെ പുരട്ടിക്കൊണ്ടിരുന്നപ്പോഴാ ഓർത്തയ്യോ എന്തോ ഒന്ന് മറന്നല്ലോ എന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അന്നേരം ഇതിനകത്ത് എന്തൊക്കെയാ ചേർത്തേക്കുന്നതെന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, ഇതെല്ലാം കൂടെ ചേർത്ത് പുരട്ടിയിട്ട് ചിക്കൻ പീസ് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. എന്നിട്ട് ആദ്യം ചിരട്ട വെളിയിലിട്ട് കത്തിച്ച് ആക്കാനല് വാരി കട്ടക്കകത്തിടാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ആ പ്ലാൻ ചീറ്റിപ്പോയതുകൊണ്ട് ചിരട്ടയെല്ലാം കൂടെ വാരി അതിനകത്തിട്ട് തന്നെ അങ്ങ് കത്തിച്ച് നല്ല അടിപൊളി കനലാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സന്ധ്യയായി തുടങ്ങി കേട്ടോ. മൊത്തം ഒരു 5-6 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. ഇതിനകത്താണെങ്കിൽ അറ്റ് എ ടൈം 2 പീസേ വെക്കാൻ പറ്റത്തുള്ളൂ. ഇതിനിടയ്ക്ക് ഈ കിടക്കുന്ന ചിക്കൻ എണ്ണ കൊണ്ട് ബ്ലഷ് അടിക്കാനായിട്ട് വാഴത്തണ്ട് കൊണ്ട് ഒരു ബ്രഷ് ഉണ്ടാക്കി ആരും കളിയാക്കരുത്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനും കഷ്ടപ്പാടിനും ഒടുവിൽ ഈ 2 പീസ് വെച്ച് എല്ലാ ചിക്കൻ പീസും ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. ചൂട് കൂടിയതുകൊണ്ട് ചിക്കൻ പീസിന് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി കരിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ സംഭവം പൊളിയായിരുന്നു. ഉച്ചയായപ്പം തുടങ്ങിയ പരിപാടി തീർന്നപ്പോൾ രാത്രി 9 മണി കഴിഞ്ഞു. ഇതിനിടയ്ക്ക് അച്ചാ കടയിൽ നിന്ന് പോയി കുബൂസ് മേടിച്ചോണ്ട് വന്ന് ടൊമാറ്റോ ചട്ടിയും സലാഡും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. എല്ലാവരും വിശന്നിരുന്നേ എത്ര നേരം.